ഇന്നത്തെ പത്രത്തിലെ ഒരു ഹെഡിങ് ന്യൂസുണ്ട്. കേന്ദ്രം നമ്മുടെ കേരളത്തിനെ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല, ശ്വാസം മുട്ടിക്കുന്നു എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ ഇടയ്ക്കൊരു ഹിന്ദു ന്യൂസ് പേപ്പറിലൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് കേരളം ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോകുന്നതെന്ന്. അതിൽ പറയുന്ന മെയിൻ കാരണം മാസീവ് ഡെബിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടം എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള കടമെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തുള്ള യൂത്ത് എന്ന് വെച്ചാൽ യൂത്താണ് നമുക്ക് ടാക്സ് അടയ്ക്കുകയും നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ ഗ്രോത്തിനൊക്കെ സാധിക്കുന്ന അവിടുത്തെ ഒരു യൂത്ത് ജനറേഷനാണ്. കാരണം അത് ബിസിനസ് ആയാലും മറ്റ് മേഖലകളിലായാലും. സോ അവർ ഇവിടുന്ന് മാസീവായിട്ട് ഇപ്പം നല്ലൊരു ശതമാനം വെസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ കൺട്രി ആയാലും ഇപ്പം കേരളം പുറത്തുള്ള അത് സ്റ്റേറ്റ് ആയാലും അത് മെയിൻ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വെച്ചാൽ കറപ്ഷൻ. എ ടു ഇസഡ് എവിടെ നോക്കിയാലും കറപ്ഷനാണ്. അത് നിയന്ത്രിക്കാനും ആളില്ല, അത് മര്യാദയ്ക്ക് ഇതിനൊന്നും കൊണ്ടുവരാൻ ആളില്ല. ഈ സെയിം ടൈം നമ്മൾ കാണേണ്ടതാണ്, ഇന്ത്യയിലെ 5 സ്റ്റേറ്റുകൾ 1 ട്രില്യൺ എക്കണോമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുജറാത്ത്, കർണാടക, തമിഴ്നാട്, UP, മഹാരാഷ്ട്ര എന്ന് പറയുന്ന മാസീവായിട്ട് അവർ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും. അവർക്കും ഡെബിറ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും കടം കൊടുക്കുന്നുണ്ട്. ഇപ്പം ബുള്ളറ്റ് ട്രെയിൻ അഹമ്മദാബാദ് മുംബൈയിൽ വരുന്ന ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്നത് അതും ജപ്പാൻ്റെ സഹായത്തോടെ അതും കടമെടുത്താണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പ്രശ്നം വെച്ചാൽ അതിന് അടയ്ക്കാൻ പറ്റും. ഈ സാധനം ഈ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ എടുക്കുക. അതൊക്കെയല്ല കേരളത്തിൽ കടമെടുക്കുന്നത് ഇവിടുത്തെ പെൻഷൻകാർക്കും ഇവിടുത്തെ ഗവൺമെൻറ് ആനുകൂല്യം പറ്റുന്നവർക്കുമുള്ള അവരുടെ മാസാമാസം നടന്നു പോകുന്ന ഇതിനാണ്. അത് തിരിച്ചു കിട്ടുന്ന സംഭവമല്ല. ഇത് ടോട്ടൽ ഫെയിലിയർ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് വാസ്തവം.